പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സ്നേഹമുള്ള അധ്യാപകർ എന്നും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിലനിൽക്കും. ഒരു കഥ കേൾക്കൂ. വനേന്ദ്ര പ്രൈമറി സ്കൂൾ. കാട്ടിലെ പ്രധാന വിദ്യാലയമായിരുന്നു വനേന്ദ്ര പ്രൈമറി സ്കൂൾ. സിംഹരാജകുമാരൻ മുതൽ കുഞ്ഞലിക്കുട്ടൻ വരെ അവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നു. പക്ഷിക്കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന വിദ്യാലയത്തിൽ രേശനുണ്ണി മാമൻ മണിമുഴക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നിശബ്ദരായി ക്ലാസ്സുകളിലെത്തും. പിന്നാലെ വരുന്ന അധ്യാപകരെ അവർ വിനയത്തോടെ സ്വീകരിക്കും. ആ സ്കൂളിൻ്റെ ആത്മാവായിരുന്ന രണ്ട് അധ്യാപകർ സിന്ധി പശുവമ്മയും ജഗൻ കരടി മാഷും. സിന്ധി പശുവമ്മയുടെ ശബ്ദം തേൻ പോലെ മധുരം. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ പോലും അവർ ചിരിച്ചുകൊണ്ട് പറയും, പിഴവുകൾ നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. പിഴവുകൾ കണ്ടാൽ ചിരിയോടെ തിരുത്തി നൽകും ടീച്ചറമ്മ. പിഴവുകൾ കണ്ടാൽ ചിരിയോടെ തിരുത്തി നൽകും ടീച്ചറമ്മ. അവരുടെ പുഞ്ചിരി കണ്ടാൽ തന്നെ അവിടെ സന്തോഷപ്പൂവിരിയും. അതേസമയം ജഗൻ കരടി മാഷ് കാഴ്ചയിൽ വളരെ ഗൗരവക്കാരനാണെന്ന് തോന്നും. വലിയ ശരീരവും കനത്ത ശബ്ദവും. പക്ഷെ ഒരു കുട്ടി കരഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചങ്ക് പിടയും, കണ്ണ് നനയും. നന്നായി പഠിക്കണം, എപ്പോഴും സത്യം പറയണം, പഠിച്ചാലേ മുന്നേറാൻ കഴിയൂ എന്ന് പറഞ്ഞ് അദ്ദേഹം കുട്ടികളുടെ തോളിൽ തട്ടും. കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ പുഞ്ചിരിക്കും. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വാർഷിക പൊതുയോഗ വേദിയുടെ മുന്നിൽ വനമൊട്ടാകെ ഒത്തുകൂടി. അന്ന് സിന്ധി പശുവമ്മയും ജഗൻ മാഷും വിരമിക്കുന്ന ദിനമായിരുന്നു. വന്നവരെല്ലാം അവരെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹത്തിൻ്റെ, നന്മയുടെ ഓർമ്മകൾ. ഇടറുന്ന ശബ്ദത്തോടെ അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചത് അക്ഷരങ്ങൾ മാത്രമല്ല, സഹജീവി സ്നേഹവും സാഹോദര്യവുമാണ്. നന്മയും സ്നേഹവും പങ്കിടാനാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ആ പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. കുഞ്ഞുങ്ങൾ കൈതട്ടി ചിറകടിച്ച് ആരവങ്ങൾ മുഴക്കി. ചടങ്ങിന് ശേഷം പൂമാലകൾ അണിഞ്ഞ് അധ്യാപക ശ്രേഷ്ഠർ വേദിയിൽ നിന്നിറങ്ങി. ഒരു നിമിഷം വനവിദ്യാലയം മുഴുവനും നിശബ്ദമായി. പെട്ടെന്ന് കുട്ടികൾ ഓടി വന്നു. അവരെ ചുറ്റിപ്പറ്റി വട്ടം കൂടി നിന്ന് കരഞ്ഞു. അയ്യോ മാഷേ, ഞങ്ങളെ വിട്ടു പോകരുതേ. അയ്യോ മാഷേ, പോകല്ലേ, നന്മകൾ ചൊല്ലി തന്നിടാൻ ഞങ്ങൾക്കാരുണ്ടിനിമേലിൽ, ഇവിടം വിട്ടെങ്ങും പോകല്ലേ. ടീച്ചർ പോയാൽ ഞങ്ങളാകെ കുഴങ്ങും. ഞങ്ങളുടെ പുന്നാര ടീച്ചറമ്മ ഞങ്ങളെ വിട്ടെങ്ങും പോകില്ല. കുട്ടിക്കുറുമ്പും കുസൃതിയും കാട്ടുമ്പോൾ പൊട്ടിത്തെറിക്കാത്ത ടീച്ചറല്ലേ. കുരങ്ങൻ കുഞ്ഞുങ്ങൾ കരഞ്ഞു. മാൻകുട്ടികളുടെ കണ്ണിൽ കണ്ണുനീർ തുളുമ്പി. കിളിക്കുഞ്ഞുങ്ങൾ ചിറകുകൾ വിറച്ച് നിശബ്ദരായി. രക്ഷിതാക്കളും സങ്കടത്തിൽ പങ്കുചേർന്നു. ഇവരെ പോലുള്ള നല്ല അധ്യാപകർ ഇനി എവിടെ നിന്ന് കിട്ടും? അവർ പറഞ്ഞു. സിന്ധി പശുവമ്മ കുട്ടികളെ ചേർത്തു പിടിച്ചു. ജഗൻ മാഷ് കണ്ണുനീർ ഒളിപ്പിക്കാൻ തലതിരിച്ചു. പിന്നീട് അവർ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, അധ്യാപകർ സ്കൂളിൽ നിന്ന് പോകും, പക്ഷേ നിങ്ങൾക്കുള്ളിലെ നന്മയും ധൈര്യവും കളയരുത്. ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ നല്ല കുട്ടികളായി മാറിയാൽ അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. കുട്ടികൾ അത് കേട്ട് കരച്ചിലിനിടയിൽ ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ വേദനയോടൊപ്പം പ്രതീക്ഷയും തെളിഞ്ഞു. ആ കാഴ്ച കണ്ട് ആമ മുത്തശ്ശൻ പറഞ്ഞു, നല്ല അധ്യാപകർ ഒരിക്കലും വിട പറയുന്നില്ല. അവർ കുട്ടികളുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കും.